നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം യമുനയുടെ തീരത്തുള്ള നിഗംബോധ് ഘട്ടിൽ യഥാവിധി സംസ്കരിച്ചു. എല്ലാവിധ ആദരവോടും കൂടിയായിരുന്നു അത്. കോൺഗ്രസ് ഒരാവശ്യം ഉന്നയിച്ചു, അതായത് അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയണം എന്നുള്ളത്. BJP ഉടൻ തന്നെ സമ്മതം മൂളിയില്ല എന്നുള്ളതേ ഉള്ളൂ. ആലോചിച്ചിട്ട് പറയാം എന്നുള്ള നിലയിൽ അവർ തീരുമാനമാണ് എടുത്തത്. പക്ഷേ അതിനെ ഒരു വലിയ വിഷയമാക്കി കോൺഗ്രസ് മൻമോഹൻ സിംഗിനോട് അപമതിപ്പ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങളുമായി ഇന്ന് തകർക്കുകയാണ്. നമുക്കൊരു ചോദ്യം ഇവിടെ ചോദിക്കാനുള്ളത്, മൻമോഹൻ സിംഗിൻ്റെ ആ ഭൗതിക ശരീരം സംസ്കരിച്ച സ്ഥലത്തൊരു സ്മാരകം പണിയണമെന്ന് ആവശ്യപ്പെടാനുള്ള ധാർമ്മിക അവകാശം കോൺഗ്രസിനുണ്ടോ? ഇല്ല. കോൺഗ്രസിന്റെ തന്നെ നേതാവായിരുന്ന നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ ഡൽഹിയിൽ കയറ്റുക പോലും ചെയ്തില്ല കോൺഗ്രസ്. പിന്നെ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സ്വന്തം നാടായ ആന്ധ്രാപ്രദേശിൽ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായത്. ഇനി മറ്റൊന്ന്, ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന പ്രണബ് മുഖർജി, അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു, ധനകാര്യമന്ത്രിയായിരുന്നു, എല്ലാ നിലയിലും വളരെ ഔന്നത്യത്തിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ മരണത്തിന് ശേഷം അദ്ദേഹത്തോട് യാതൊരു ആദരവും കോൺഗ്രസ് കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ മകളായ ശർമിഷ്ഠ മുഖർജി കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ആരും ഒരു മീറ്റിംഗ് പോലും കൂടാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, അതല്ല, പ്രസിഡന്റ് മരിക്കുമ്പോൾ അങ്ങനെയുള്ള ചടങ്ങുകൾ പാടില്ല എന്നുള്ളതാണ്. അതൊരു തട്ടിപ്പായിരുന്നു. കാരണം നമ്മുടെ തന്നെ നാട്ടുകാരനായ KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അനുശോചന സമ്മേളനം കൂടുകയും പ്രമേയങ്ങൾ പാസ്സാക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ കോൺഗ്രസിന് താല്പര്യമില്ലാത്തവർ, അവരിനി എത്ര ഉന്നതന്മാരായിരുന്നാലും, ഈ രാജ്യത്ത് എത്ര ഔന്നത്യം തുളുമ്പുന്ന പദവികൾ വഹിച്ചാലും അവർ മൈൻഡ് ചെയ്യില്ല. മറിച്ച് അവരാരെയാണ് ആദരിക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ ആളായി പ്രവർത്തിക്കുന്നവരെ മാത്രമേ അവർ ആദരിക്കുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് മൻമോഹൻ സിംഗിന് ഇത്രയും വലിയ ഒരു ആദരവിന് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വ്യക്തിപരമായി അദ്ദേഹം നല്ലവനാണ്. പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ പദവിയുടെ ഔന്നത്യം കാത്തു സൂക്ഷിച്ചോ എന്നുള്ളതൊരു ചോദ്യം ഇവിടെയുണ്ട്. എങ്ങനെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി? അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കീഴുദ്യോഗസ്ഥൻ എഴുതിയ ഒരു പുസ്തകത്തിൽ പറയുന്നു, ഹി ഹാസ് ബിക്കം ആൻ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ. അത് ഒരു സാധാരണ ചിലർക്ക് അപകടം സംഭവിക്കുമ്പോൾ ചില മാറ്റങ്ങൾ വരുന്നത് പോലെ ഉള്ള ഒരു സംഭവമായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അതെങ്ങനെ സംഭവിച്ചു? സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ ചമഞ്ഞൊരുങ്ങി അന്നത്തെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാമിന്റെ അടുത്തെത്തി. പക്ഷേ സുബ്രഹ്മണ്യം സ്വാമി അതിശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒരു വിദേശ വനിത ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും സമുന്നതമായ ഒരു പദവി അലങ്കരിക്കാൻ പാടില്ല എന്ന്. മാത്രമല്ല, ജനരോഷം അതിനെതിരെ ഇവിടെ ഉയർന്നു കഴിഞ്ഞിരുന്നു. BJPയുടെ നേതാവായിരുന്ന നമ്മുടെ സുഷമ സ്വരാജ്, ഇവർ പ്രധാനമന്ത്രിയായാൽ താൻ തല മുണ്ടനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അന്തരീക്ഷം ഇതിന് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിന് എതിർപ്പാണ്, അനുകൂലമല്ല എന്ന സ്ഥിതി വന്നപ്പോഴാണ് അബ്ദുൽ കലാം അവരുടെ ആ പ്രധാനമന്ത്രിയായി സ്വയറി ചെയ്യാനുള്ള അവസരം നിഷേധിച്ചത്. ആ സന്ദർഭത്തിൽ തൻ്റെ പിണിയാളായി, തൻ്റെ ആജ്ഞാനുവർത്തിയായി ആരുണ്ട് എന്നുള്ളൊരു അന്വേഷണമാണ് മൻമോഹൻ സിംഗിൽ എത്തിയത്. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി സോണിയാഗാന്ധിയുടെ വെറും ഒരു ആജ്ഞാനുവർത്തിയായിരുന്നു. സോണിയാഗാന്ധി
ഭരണചക്രം തിരിക്കുന്നതിൽ യാതൊരു റോളുമില്ലാത്തൊരു സ്ത്രീ. അവരൊരു പക്ഷേ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കാം, അതിവിടെ പ്രസക്തമല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദമെന്ന് പറയുന്നത് ഇന്ത്യ ഏറ്റവും സമുന്നതമായ പദം. ആ പദത്തിന്റെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്താൻ കഴിയാതിരുന്ന ഒരു വ്യക്തിയുടെ സ്മാരകമാണോ പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ള നിലയിൽ പണിതുയർത്തേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്.